സി കെ ജാനു, ഗുഡ് മോർണിംഗ്. വളരെ അത്യന്തം ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഒരു ആദിവാസി യുവാവിനോട് കുറച്ച് സഞ്ചാരികൾ കാണിച്ചിരിക്കുന്നത്. താങ്കൾ ഈ ദൃശ്യം കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം. അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഇവിടെ നിയമവും കോടതിയും പോലീസ് സ്റ്റേഷനിലൊക്കെ പിന്നെ എന്തിനാ നോക്കുകുത്തികളായിട്ട് നിർത്തിയിട്ട് അവരവർ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാണെങ്കിൽ ഇത്തരം സംഭവങ്ങളൊന്നും വേണ്ടല്ലോ. അവർക്കെതിരെ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുത്ത് അവർക്ക് നിയമത്തിന് വിധേയമാക്കണം അവരെ. നിലയിൽ എന്ത് തോന്നിയാസം ചെയ്യാന്നുള്ള അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ പാടില്ലല്ലോ. ശരി, കുറച്ചധികം സമയമായി സി കെ ജാനു ഈ കാര്യം സംഭവിച്ചിട്ട്, എന്നാലും കാര്യമായി പോലീസ് ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ചില പരാതികളൊക്കെ വരുന്നു. താങ്കൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റിയോ? ഇല്ല, ഞാൻ ഇപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞത്. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ മീഡിയ വണ്ണ് തന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് ഇത് വളരെ മോശമായിട്ടുള്ള, വളരെ ഭീകരമായിട്ടുള്ള ഒരു സമീപനം. 1.5 കിലോമീറ്റർ ഒക്കെ കാറിൽ ഇയാളെ വലിച്ചുകൊണ്ട് പോവാന്ന് വെച്ചാല് എന്ത് അഹങ്കാരമാണ് ശരിക്കും അത്. എവിടുത്തെ നീതിയാണ് ഇത് നടപ്പിലാക്കുന്നത്? വരുന്നവനും പോകുന്നവനൊക്കെ ഇത്തരം തോന്നിയാസം ചെയ്യാൻ ഈ കേരളത്തിലെ പോലീസും നിയമവും ഒക്കെ വെറും നോക്കുകുത്തികളാവുകയല്ലേ ചെയ്യുന്നത്. ജാനു, ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ 500 മീറ്ററോളം റോഡിലൂടെ ഇയാളെ വലിച്ചിഴച്ചു എന്നാണ്. കുടൽക്കടവ് സ്വദേശി മാതനാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം നടുവിന് പ്രശ്നമുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഈ മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയിൽ സഞ്ചരിച്ച യുവാക്കളാണ് ഈ അതിക്രമം ചെയ്തത് എന്നാണ് ഇപ്പോൾ വരുന്നത്. അല്ല, അവർക്കെതിരെ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കണം എത്രയും പെട്ടെന്ന്. ഇവിടുത്തെ കേരളത്തിലെ പോലീസും കോടതിയും ഒക്കെ എന്നാ പിരിച്ചുവിട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാൻ ഇവർക്ക് പറ്റിയില്ലെങ്കിൽ ഇതെന്തിനാ കൈക്കൂലി സങ്കേതങ്ങളായിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നിലനിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ സി കെ ജാനു, താങ്കളുടെ രോഷം മനസ്സിലായി. സി കെ ജാനുവാണ് നമുക്കൊപ്പം ടെലിഫോണിൽ ചേർന്നത്.